ഓൾ ഓഫ് യു. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇവിടെ ഗീത ചേച്ചി പറയുന്നുണ്ടായിരുന്നു. അത്തമാണ് ഇന്ന്. അതായത് നമ്മുടെ മലയാളികൾ എല്ലാവരും ആഘോഷിക്കുന്ന ഓണത്തിന്റെ ആദ്യത്തെ ദിവസം അത്തം. പൂക്കളിടാനും എല്ലാത്തിനും വേണ്ടിയിട്ട് എല്ലാവരും ഓണ പരിപാടികൾക്കും ഓണാഘോഷങ്ങൾക്കും ഓണത്തിന്റെ തിരക്കുകൾക്കുമായിട്ട് മലയാളികള് ഇറങ്ങിത്തുടങ്ങുന്ന ആദ്യത്തെ ദിവസമാണ്. പക്ഷെ ഈ പ്രാവശ്യം നേരത്തെ തുടങ്ങിയ ആൾക്കാർ ഇറങ്ങിട്ടോ. ചിങ്ങം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഓണാഘോഷ പരിപാടികളൊക്കെ തുടങ്ങി. നമ്മള് ബയോട്ടോറിയംകാർക്കും നമുക്ക് ഓണമല്ലേ, എല്ലാവർക്കും നല്ലൊരു ഓണത്തിന് വേണ്ടിയിട്ട് മുന്നൊരുക്കങ്ങളാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് എന്താണ്, എന്നെ ആദ്യം തന്നെ പരിചയപ്പെടുത്തട്ടെ. ഞാൻ അംഗൻവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് സിന്ധു. തൃക്കാക്കരയാണ് താമസിക്കുന്നത്. ബയോട്ടോറിയം ഫാമിലിയിലേക്ക് വന്നിട്ട് ഏകദേശം 1 വർഷത്തോളം ആകുന്നു. നല്ലൊരു ഹാപ്പി ആയിട്ട് ഹെൽത്തും വെൽത്തും എടുത്ത് പോകുന്നു. ഇതിലുള്ള എല്ലാവരും തന്നെ അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മള് മിക്ക ദിവസങ്ങളിലും നമ്മൾ പരിചിതമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഡെയിലി ഇതിൽ വരുന്നത്. പുതിയ ആൾക്കാർ കുറച്ചുപേരൊക്കെയാണ് പുതുമുഖങ്ങളായിട്ട് കണ്ടെത്തുന്നത്. നല്ലൊരു സന്തോഷത്തോടും കൂടി പോകുന്ന ഒരു ഫാമിലി ആയിട്ടാണ് ഈ ബയോട്ടോറിയം ഫാമിലിയിൽ നമ്മൾ ഇത്ര സന്തോഷത്തോടു കൂടി തന്നെ ഈ രാവിലെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നത്. നമ്മളുടെ ജീവിതത്തില് ഇനിയും കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട്. നമ്മൾക്ക് ഇനിയും ഒരുപാട് വിജയിക്കാനുണ്ട്. നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ ഇതുവരെയും നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇനിയും നമ്മൾക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അതിനുവേണ്ടി ഇന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു സെയിൽ എങ്ങനെ ക്ലോസ് ചെയ്യാം എന്ന് നമുക്ക് പറഞ്ഞു തരാൻ ആയിട്ട് നമ്മളെ അതില് എങ്ങനെ പ്രാപ്തരാക്കാം എന്ന് പറയാൻ നമ്മൾക്കത് ആ ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുമ്പളങ്ങിയുടെ മണ്ണിൽ നിന്ന് നമ്മളുടെ ഗ്രേറ്റ് ലീഡർ അഭിലാഷ് സാറാണ്. അതോടൊപ്പം ഇത് നമ്മളിൽ എല്ലാവരിലും ഉൾക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇനി ഓണത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാത്തിനും നമ്മൾക്ക് ഏറ്റവും വലിയ അത്യാവശ്യമുള്ളത് ഹെൽത്തിനോടൊപ്പം തന്നെ വെൽത്തും കൂടിയാണ്. അതിന് നമ്മൾക്ക് എല്ലാവർക്കും എങ്ങനെ വിജയിക്കാം, നല്ലൊരു ജീവിത രീതിയിലേക്ക് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അറിയാനായിട്ട് ആണ് വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. എല്ലാവരെയും നമ്മൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അഭിലാഷ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എവിടെയും ചെന്ന് സെയിൽസ് എടുക്കാനും കേരളത്തിൽ ഇപ്പോ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സാറ് സഞ്ചരിക്കുകയും അവിടങ്ങളിലെല്ലാം തന്നെ അഭിലാഷ് സാറും കൂടിയിട്ട് പോകുകയും അവിടുന്ന് സെയിൽ ക്ലോസ് ചെയ്തിട്ട് മാത്രം കേരളത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും ഓരോ മുക്കിലും മൂലയിലും ബയോട്ടോറിയത്തിന്റെ പ്രാധാന്യം എന്തെന്നും അതിലേക്ക് എങ്ങനെ നമ്മൾ വന്നു ചേരാമെന്നും എല്ലാം അറിയിച്ചുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്നും സെയിൽ ക്ലോസ് ചെയ്തെടുക്കുന്ന ആളാണ് അഭിലാഷ് സാറ്. അപ്പൊ സാറിന്റെ ഈ വാക്കുകൾ നമ്മൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രചോദനമായിരിക്കും. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. സാറിനെ ഞാൻ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം അഭിലാഷ് സാർ. താങ്ക് യു സിന്ധു ടീച്ചർ. വളരെ വളരെ മനോഹരമായി തന്നെ മാഡം പരിചയപ്പെടുത്തി. പേര് അഭിലാഷ്. പുതിയ കുറെ ആളുകൾ നമ്മുടെ സൂമിൽ ഡെയിലി കയറാറുണ്ട്. സാർ ഇന്നലെ കുറെ ലേറ്റ് ആയതിനു ശേഷമാണ് വിളിച്ചത്. ശേഷിയാൽ ഇന്ന് ഞാൻ പ്രോഗ്രാം എടുക്കാൻ തീരുമാനിച്ചിരുന്ന ആളല്ല, രാത്രിയാണ് ഇങ്ങനെ ചെയ്യണമെന്നുള്ള രീതിയിൽ പറഞ്ഞത്. അതായത് നമ്മള് ഓരോരുത്തരെ സംബന്ധിച്ച് ഓരോ ബയോട്ടോറിയൻസും ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. എനിക്ക് വേണമെങ്കിൽ നിരസിക്കാം, സാറേ ഞങ്ങൾക്ക് വേറെ തിരക്കുണ്ട്, ഇന്ന് പ്രത്യേകിച്ച് മൂവാറ്റുപുഴ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇത് കഴിഞ്ഞാൽ
പെട്ടെന്ന് റെഡിയായി അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു സമയം കൂടിയാണ്. പക്ഷെ നമ്മുടെ ഒരു ലീഡർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരും അത് നമ്മുടെ ഉത്തരവാദിത്തമായി അത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നത്. ആമുഖമായി ഞാൻ സൂചിപ്പിച്ചത് മാത്രം. ചില ആളുകളോടൊന്ന് MC ആവണമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, സിന്ധു ടീച്ചറൊക്കെ വളരെ വൈകിട്ടാണ് ഈ ഒരു രാവിലെ MC ആവണമെന്ന് പറഞ്ഞത്. അപ്പോ യാതൊരുവിധ മടിയുമില്ലാതെ അങ്ങനെ മുന്നോട്ടേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ച് വലിയ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയും. ഇനി ഏതെങ്കിലും ദിവസം ലിങ്ക് കിട്ടാൻ വൈകിയെങ്കിൽ ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. സെയിം ലിങ്ക് തന്നെ ആയിരിക്കും നമുക്ക് സൂമിൽ ഉണ്ടാകുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഈ 6 മണിക്കുള്ള പ്രോഗ്രാം തുടർച്ചയായി നടത്തിക്കൊണ്ടു പോകുന്നതാണ്. അപ്പൊ എനിവേ ഇന്നത്തെ ഒരു ടോപ്പിക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഗതി കൂടിയാണ് സെയിൽസ് ക്ലോസിംഗ് എന്നുള്ളത്, അല്ലെ? സെയിൽസ് നമുക്ക് വളരെ താല്പര്യം. കാരണം ആ പിറ്റേ ദിവസം നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ ആ പൈസ നമ്മൾ കമ്പനി അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഫാക്ടറിയെ സംബന്ധിച്ചിടത്തോളം 100 PVയുടെ മാച്ചിങ് PV വന്നാല് 6820 രൂപ കിട്ടും. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, അല്ലേ? ശരിയല്ലേ? എല്ലാവരുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയം കൂടിയാണ് സെയിൽസ് ക്ലോസിംഗ്. നമ്മൾ ഒരു വലിയൊരു സബ്ജക്റ്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും പോയ ചില സമയത്ത് സെയിൽസ് കിട്ടാറില്ല എന്നുള്ളതാണ്, അല്ലെ? ചില ആളുകൾ പോയാൽ സെയിൽസ് കിട്ടും, ചില ആളുകൾ പോയാൽ സെയിൽസ് കിട്ടില്ല എന്നുള്ളതാണ്. ഇതില് ഞാൻ ഏകദേശം ഒരു 86-87 സെയിലുകൾ ഡയറക്റ്റ് ആയിട്ട് എടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിൽ ഒരുപാട് വ്യക്തികൾ നൂറുകണക്കിന് സെയിൽസുകൾ എടുത്ത ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സെയിൽസുകൾ എടുത്ത ആളുകൾ ഉണ്ടാവും. നമ്മള് സെയിൽസ് കൂടുതൽ സെയിൽസ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിലും ഈ പ്രൊഡക്റ്റിലും ഒക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെയിൽസ് എടുക്കാൻ പറ്റൂ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് സെയിൽസ് കിട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ചില ആളുകൾ പറയും നമ്മുടെ ലീഡറാണ് സെയിൽസ് ക്ലോസ് ചെയ്യേണ്ടത്. ഞാൻ പറയും ശരിയാണ്, ലീഡറാണ് സെയിൽസ് ക്ലോസ് ചെയ്യേണ്ടത്. ചില ആളുകൾ പറയും കൊണ്ടുപോകുന്ന ആളാണ് സെയിൽസ് ക്ലോസ് ചെയ്യേണ്ടത്, അല്ലെ? പറയാറില്ലേ, നമ്മള് കൊണ്ടുപോകുന്ന ആള് നിർബന്ധിച്ചിരുന്നെങ്കിൽ ആ സെയിൽസ് കിട്ടിയാനെ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പഴിചാരുന്ന ഒരു പ്രക്രിയയാണ് സെയിൽസിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. അത് ലീഡർ എന്തുകൊണ്ട് സെയിൽസ് ക്ലോസ് ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മുടെ വന്ന ആള് ഈ കൊണ്ടുപോയ ആള് നിങ്ങളൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ സെയിൽസ് കിട്ടിയാനെ. യഥാർത്ഥത്തിൽ ഇതാണോ ശരി? നിങ്ങൾ ഏതിനോടാണ് യോജിക്കുന്നത്? ആരാണ് സെയിൽസ് ക്ലോസ് ചെയ്യേണ്ടത്? നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ ആരാണ് സെയിൽസ് ക്ലോസ് ചെയ്യേണ്ടത്? നമ്മൾ പോകുന്ന ആളാണോ, അല്ല കൊണ്ടുപോകുന്ന ആളാണോ, അല്ലെങ്കിൽ ലീഡറാണോ സെയിൽസ് ക്ലോസ് ചെയ്യേണ്ടത്? ആരാണ് സെയിൽസ് ക്ലോസ് ചെയ്യേണ്ടത്? മൈക്ക് ഓഫ് ആയതുകൊണ്ട് മീറ്റിംഗ് ലീഡറാണ് സെയിൽ ക്ലോസ് ചെയ്യേണ്ടതാണ് സിന്ധു ടീച്ചർ പറഞ്ഞത്. വേറെ എതിരഭിപ്രായം ഉണ്ടായിരുന്നു? കൊണ്ടുപോകുന്ന ആളാണ്, രണ്ടുപേരും ആവാം. കൊണ്ടുപോകുന്ന ആളാണ്. ആരാണ് കൊണ്ടുപോകുന്നത്? അദ്ദേഹം. ആരെങ്കിലും ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. ആ കാശെങ്കിലും ഒന്ന് മേടിച്ചെടുത്താൽ മതി. ഓക്കെ, വളരെ രസകരമായിട്ടുള്ള മറുപടികളാണ് ഓരോരുത്തരുള്ളത്. കൊള്ളാം. എനിവേ, താങ്ക് യു. അപ്പൊ ഈ 2 വശങ്ങളുണ്ട്. ഇനി ഒരാൾ പറഞ്ഞത് ആരെങ്കിലും ആയാലും കുഴപ്പമില്ല, സെയില് ക്ലോസ് ചെയ്താൽ മതി, ലീഡറാണ് ചെയ്യുന്നത്. യെസ്, ടീമേജയുടെ വളരെ വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ ആയിട്ട് ചെയ്താൽ മതി. ലീഡറിനാണ് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളത്. ഞാൻ ഇതിന്റെ അകത്ത് എന്റെ ഒരു അഭിപ്രായവും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യവും കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്.
ഇവിടെ യഥാർത്ഥത്തിൽ ടീം വർക്ക് നടക്കുന്നത് സെയിൽസ് ക്ലോസിംഗിലാണ് എന്നുള്ള കാര്യം. ലീഡറാണ് സെയിൽസ് ക്ലോസ് ചെയ്യേണ്ടത്. യെസ്, കൂടുതൽ അതായത് ആരാണോ മികച്ചു നിൽക്കേണ്ടത്, അതായത് പ്രസന്റ് ചെയ്യുന്ന ആള് നന്നായി ഇത് പ്രസന്റ് ചെയ്യും, നമ്മൾ കൊണ്ടുപോകുന്ന ആള് കൃത്യമായ രീതിയിൽ അവിടെ ഇടപെടുക. നമ്മള് പലപ്പോഴും പല ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്കുകൾ, നമ്മൾ പുറത്തു നിന്ന് ഈ പ്രൊഡക്റ്റ് ഗുണം കിട്ടിയതിനെ കുറിച്ച് 100 നാവാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരാളെ കാണാൻ ചെല്ലുമ്പോ ഈ വ്യക്തി പിന്നെ അവിടെ മിണ്ടിയിട്ടുണ്ടാവൂല, അല്ലെ? നമ്മുടെ അനുഭവത്തിലുള്ളതല്ലേ അബ്ബാസ്ക? ചില ആളുകൾ നമ്മളെ കൊണ്ടുപോയി ഇരുത്തും, കുറെ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഈ വ്യക്തി ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്ന ലീഡർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ കൊണ്ടുപോകുന്ന നമ്മുടെ ആ വീടുമായിട്ട് ആ വ്യക്തിയുമായിട്ട് കണക്ഷനുള്ള വ്യക്തി എന്ത് ചെയ്യൂല, അയാള് വാതുറന്ന് ഒരക്ഷരം മിണ്ടില്ല. ഈ സമയത്ത് സെയിൽസ് ക്ലോസിംഗ് നടക്കില്ല എന്നുള്ളതാണ്. ഇവിടെ ചില സിനിമകൾ സക്സസ് ആകുന്നത് ആ നായകനും നായികയും അതിലടങ്ങുന്ന എൻറ്റയർ അഭിനയിച്ചിട്ടുള്ള ആളുകളുടെ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുമ്പോഴാണ് ഒരു സിനിമ സക്സസ് ആവുന്നത്. അല്ലെങ്കിൽ ലോകത്ത് എന്ത് കാര്യവും സംഭവിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ സെയിൽസ് ക്ലോസിംഗിലും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു ടീം വർക്ക് അവിടെ സംഭവിക്കുമ്പോഴാണ് സെയിൽസ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. പല മിസ്റ്റേക്കുകളും നമ്മൾ ചെയ്യാറുണ്ട്. ആ മിസ്റ്റേക്കുകളെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ നമ്മൾ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. നമ്മുടെ ഈ സൂമിന്റെ അകത്തുള്ള ഒരു പരിമിതി കൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിനെ കുറിച്ചൊന്ന് ടച്ച് ചെയ്ത് പോകുന്നത് മാത്രമാണ്. നമുക്കത് കൃത്യമായി കീറി മുറിച്ച് നമുക്കത് സംസാരിക്കാവുന്നതാണ്. എനിവേ, ഇത് ഒരുമിച്ച് ഈ ലീഡറും കൊണ്ടുപോകുന്ന വ്യക്തിയും തമ്മിൽ, അല്ലെങ്കിൽ ആ ഒരു ടീം വർക്ക് എങ്ങനെയാണോ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെ മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. നമ്മൾ ആളുകള് ഇന്ന് പ്രൊഡക്റ്റ് വാങ്ങി നാളെ തന്നെ ആളുകളെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ചില ആളുകളുണ്ട്. ആ സമയത്ത് സ്വാഭാവികമായിട്ടും സെയിൽസ് കിട്ടാനുള്ള ചാൻസുകൾ കുറവാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഹോംവർക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സെയിൽസ് കിട്ടാത്തതിന്റെ ഒരു കാരണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ ഒരാളെ കാണാൻ വേണ്ടി പോകുമ്പോൾ പലപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് ഇതിനെ കുറിച്ച് പറയാനായിട്ട് നമ്മുടെ പുതിയ വ്യക്തിക്ക് കഴിയാതെ വരുന്നു. ഈ ലീഡർ എത്ര ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ എത്ര നന്നായി ഭംഗിയായി പ്രസന്റ് ചെയ്താലും ഒരു പക്ഷേ സെയിൽസ് ക്ലോസ് ചെയ്യാൻ കഴിയണമെന്നില്ല. ഒന്നാമത്തെ കാര്യം. ഇനി എങ്ങനെയാണ് നമ്മളൊരു ഹോംവർക്ക് ചെയ്യേണ്ടത്, ഒരു സെയിൽസിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഹോംവർക്ക് ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ആദ്യമായി തന്നെ നമ്മളൊരു ലിസ്റ്റ് മേക്കിംഗ് എന്നുള്ള ഒരു പണി പല ആളുകൾക്കും ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന എത്ര പേര് ലിസ്റ്റ് സ്വന്തമായിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അത് വളരെ വളരെ ചുരുക്കം ആളുകളിൽ മാത്രമാണ് ലിസ്റ്റ് തയ്യാറാക്കാൻ ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മാറുന്നത്. എല്ലാവർക്കും സെയിൽസ് വേണം, പക്ഷേ കൂടുതൽ ആളുകളെ കാണാൻ തയ്യാറല്ല, അല്ലെങ്കിൽ സെയിൽസിന് വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. നമുക്ക് സെയിൽസ് കിട്ടാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവര് ആത്മപരിശോധന നടത്തേണ്ടതാണ്. നിങ്ങളുടെ കയ്യിൽ ലിസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. അതിനോട് യോജിക്കുന്നവർ എത്ര പേരുണ്ട്? ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നവർ എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന്. ലിസ്റ്റ് ഇല്ലാത്ത ആളുകൾ, നമ്മുടെ ജോൺ സാറൊക്കെ കൈകൊണ്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. താങ്ക് യു സാർ. ഈ ലിസ്റ്റ് ഇല്ലായ്മ തന്നെയാണ് നിങ്ങൾക്ക് സെയിൽസ് കിട്ടാത്തത്. അബ്ബാസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. യെസ്, താങ്ക് യു. എനിവേ, നിങ്ങൾ ഓരോരുത്തരും ആത്മപരിശോധന ഈ കാര്യത്തിൽ നടത്തണം. ലിസ്റ്റ് ഇല്ലാതെ, നിങ്ങൾ ചുവരില്ലാതെ ചിത്രം വരക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ ലിസ്റ്റ് ഇല്ലാതെ ഒരാൾക്ക് പോലും സെയിൽസ് കിട്ടില്ല. കയ്യാലപ്പുറത്തിരിക്കുന്ന ചില തേങ്ങ ഉന്തി താഴെയിടാൻ പറ്റും. അങ്ങനെ മാത്രമാണ് നമുക്ക് നടക്കുന്നത്. കൂടുതൽ സെയിൽസ് എടുക്കുന്ന ആളുകൾ കൂടുതൽ ആളുകളെ കണ്ടിട്ടുണ്ടാവും. നമ്മളെപ്പോഴും സാധാരണ നോർമലി ഒരു കച്ചവടം പോലെയല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സെയിൽസ് കിട്ടുന്നത് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുക എന്നുള്ളതാണ്. ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ്. യെസ്, ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ്. ഇത് നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ പല ആളുകളും, പുതിയ ആളുകൾ ഈ ഒരു സൂമിൽ കയറുന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത് എപ്പോഴും മറ്റേ ആള് പറഞ്ഞതല്ലേ, ഈ ആള് പറഞ്ഞതല്ലേ. ഇതിൽ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ
ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇത് പറയുന്ന ആളുകൾ വ്യത്യസ്തമായ രീതിയിൽ പറയുന്നുണ്ടാവും. ചില ആളുകൾ PPT പ്രസന്റേഷനിലൂടെ പറയും നിങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കണം. ചില ആളുകൾ ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത് പോലെ പറയും നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കണം. ഇതെല്ലാം ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടിയാണ്. കാരണം ഇന്ന് അത്തത്തിന്റെ ഒരു ആഘോഷത്തിലേക്ക് നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾ ആദ്യം അത്തം അല്ലെങ്കിൽ ഓണം ആഘോഷിക്കുന്നത് തൊട്ടടുത്തുള്ള പ്രദേശമായിട്ടുള്ള ലിസ്റ്റ് ഉണ്ട് ശോഭന മേഡം. യെസ്, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥലമായിട്ടുള്ള തൃപ്പൂണിത്തുറയിലാണ് ആദ്യം അത്താഘോഷം, അത്തച്ചമയം എന്നുള്ള ആ ഒരു രാവിലെ 10 മണിക്കാണ് അത് ആരംഭിക്കുന്നത്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഇന്നലെ തൃപ്പൂണിത്തുറയിൽ കൂടിയൊക്കെ പോയ സമയത്ത് അതിന്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ നന്നായിട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ആലോചിക്കുക, നമ്മുടെ ആഘോഷങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മള് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഓണമാണ്. കയ്യിൽ പൈസ ഇല്ലാത്തവനെ സംബന്ധിച്ച് എല്ലാ ദിവസവും ദുഃഖവെള്ളിയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം എല്ലാ ദിവസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണം ആഘോഷിക്കാനുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിലാണ് ഞാനും നിങ്ങളും അറിഞ്ഞോ അറിയാതെ വന്നിട്ടുള്ളത് എന്നുള്ള ബോധ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ് വളരെ 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 ഇഷ്ടപ്പെട്ട് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണോ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണോ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ചോദിച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. ഈ സെയിൽസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയും, പക്ഷേ ഒരു കാര്യത്തെ ആളുകൾക്ക് പൊതുവിൽ ഇഷ്ടമല്ല, റിജക്ഷനെ ഇഷ്ടമല്ല എന്നുള്ളതാണ്. എനിക്കും ഇഷ്ടമല്ല. കാരണം ഒരാളെ റിജക്ട് ചെയ്താൽ അപ്പൊ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ നമ്മൾ ഒരു വളരെ 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 സങ്കടപ്പെടും അല്ലെ. പല ആളുകളും നമ്മൾ കൂടെ പോകുമ്പോ ചില ആളുകൾ റിജക്ട് ചെയ്യാറുണ്ട് അല്ലെ. എല്ലാവരും ഈ മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എന്നാ കൊണ്ടുവന്നല്ലേ, എന്നാ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് പൈസ തന്ന് വാങ്ങിക്കുന്ന ആളുകളല്ല, മറിച്ച് റിജക്ഷനും കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. സെയിൽസിനെ ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ നമ്മൾ റിജക്ഷനെയും കൂടി നമ്മൾ അഡ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. പല ആളുകളും പയറ്റോറിയം ബിസിനസ് 1 മാസവും 2 മാസവും ഒക്കെ വളരെ വളരെ സന്തോഷത്തോടു കൂടി ഇത് ഏറ്റെടുക്കും. അതിനുശേഷം ഈ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ദിവസം വിളിക്കുമ്പോൾ അന്ന് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞ ആവേശമൊന്നും സെയിൽസ് എടുക്കുന്ന കാര്യത്തിൽ ആ ആവേശം ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമുക്കൊരു എക്സൈറ്റ്മെന്റ് നമ്മൾ എന്ന് നഷ്ടപ്പെട്ടു പോകുന്നു അന്ന് മുതൽ നമുക്ക് സെയിൽസ് ഇല്ലായ്മ കണ്ടു തുടങ്ങുമെന്നുള്ളതാണ്. നിങ്ങൾ സ്വയം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഒരാളോട് പ്ലാൻ പറഞ്ഞാൽ അല്ലെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ സെയിൽസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ നമ്മൾ ഒരു ഇൻവിറ്റേഷന്റെ അതായത് ഒരു ലിസ്റ്റ് മേക്കിംഗ് തുടങ്ങി ഇൻവിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ തന്നെ നമ്മുടെ സെയിൽസിന്റെ ആദ്യ സ്റ്റെപ്പുകൾ പൂർത്തീകരിച്ചു എന്ന് വേണം പറയാൻ. നമ്മള് ഒരു ഫോൺ കോൾ, ആദ്യത്തെ ഫോൺ കോൾ ആണ് ഒരു വ്യക്തിയെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം എടുക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുന്നത് മുതൽ നമ്മുടെ സെയിൽസ് ക്ലോസിംഗ് ആരംഭിച്ചു എന്ന് വേണം പറയാൻ. ഇവിടെ പയറ്റോറിയത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ഒരു ഡിഫോൾട്ട് എന്ന് പറയാനായിട്ടുള്ള കാര്യം നമ്മുടെ എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടുതലാണ് അല്ലെ. ചില ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ നമുക്ക് സെയിൽസ് കിട്ടാൻ സാധ്യതയുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യും, അവരോടൊപ്പം തന്നെ നേരിട്ട് പോയിട്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ഓപ്പൺ ആയിട്ട് ഇതിനെ കുറിച്ച് പറയും. ഒരു കാര്യം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, ഈ പ്രൊഡക്റ്റിനെ കുറിച്ചോ പ്രൊജക്റ്റിനെ കുറിച്ചോ നേരിട്ട് ഒരു വ്യക്തിയോട് സംസാരിക്കാതിരിക്കുക എന്നുള്ള ഒരു ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഞാൻ പറയും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇത്. നിങ്ങൾ സ്വയം ഇതിനെ കുറിച്ച് പ്രൊജക്റ്റിനെ കുറിച്ചോ പ്രൊഡക്റ്റിനെ കുറിച്ചോ മറ്റുള്ളവരോട് പങ്കുവെക്കാതിരിക്കുക എന്നുള്ള ലീഡേഴ്സിനോടല്ല ഞാൻ പറയുന്നത്, പുതിയ ബിഗിനേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളോടാണ്. ഇനി ലീഡേഴ്സിനോടും പറയാനുള്ളത് ഇതേ കാര്യം തന്നെയാണ്. ഞാൻ സെയിൽസുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ഓരോ സെയിൽസിനും ഞാൻ എന്റെ ലീഡേഴ്സിനെ കണക്ട് ചെയ്തിട്ട് അവരെ വെച്ചിട്ടാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും എന്റെ പേഴ്സണലി 2 വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പുതിയ വ്യക്തികളെ കാണുമ്പോൾ ഞാൻ എന്റെ കൂടെയുള്ള എന്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ എന്റെ അപ്ലൈൻ ലീഡേഴ്സിനെ ഞാൻ ഇതിന്റെ അകത്ത് പ്ലാൻ പറയുന്നതിന് വേണ്ടിയിട്ടും പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടും അവരെ ഉപയോഗിക്കാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കിതിനെ കുറിച്ച് പറയാൻ അറിയില്ലാത്തത് കൊണ്ടല്ല, ഞാൻ വ്യക്തമായിട്ടുള്ള രീതിയിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാം. പക്ഷേ ഞാൻ കണക്ട് ചെയ്യുന്ന വ്യക്തിയോട് മറ്റൊരാൾ പറയുമ്പോഴാണ് സെയിൽസ് കിട്ടാൻ സാധ്യതയുള്ളത്. അതിന്റെ
സാധ്യത തെളിയുന്നത് അവിടെയാണ്. പലപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ നേരിട്ട് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട പല ആളുകളും നിങ്ങളെ റിജക്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെ? സാധ്യതയില്ലേ? നിങ്ങളുടെ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. യെസ്, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളോട് നമ്മൾ തന്നെ ഇതിനൊരു ക്ലൂ കൊടുക്കും, അല്ലെ? തുമ്പും വാലും ഇല്ലാതെ നമ്മൾ പറയും, അല്ലെങ്കിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ തന്നെ കേട്ടിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദത്തിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിരിക്കാം. ഞാൻ തുടക്കത്തിൽ ചെയ്ത അബദ്ധങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. എന്റെ വേണ്ടപ്പെട്ട എന്റെ അമ്മാവന്മാര്, എന്റെ ചിറ്റമാര്, എന്റെ വേണ്ടപ്പെട്ട ഇത് എടുക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുള്ള ആളുകളോട് തുടക്കം തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവരെ വിളിച്ച് ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ട്, അവരോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നും കഴിഞ്ഞ 2.5 വർഷക്കാലമായി ഞാൻ ഈ മേഖലയിലുണ്ട്, ഇന്നും അവരിത് വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കാരണം അവർക്ക് എന്തായാലും നിർബന്ധിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു. പക്ഷെ എന്റെ അബദ്ധം കൊണ്ട് ഇന്നും വാങ്ങിച്ചിട്ടില്ല, ഇന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതേ അനുഭവം തന്നെ ഉണ്ടാവും. വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. ഈ ഒരു കാര്യം ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് സെയിൽസ് കിട്ടും എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് എടുത്ത്, കാരണം ഏത് മന്ത്രിമാരോടും ഏത് MLA മാരോടും ഏത് വ്യക്തികളോടും നിങ്ങൾക്ക് ചെന്ന് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാം. അത്രയ്ക്ക് യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. മറ്റു പല ആളുകളും ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റുമായിട്ടൊക്കെ ചെന്നിട്ടും സക്സസ് ആവാത്തൊരു കാര്യമാണ്. വൈട്ടോറിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പ്രൊഡക്റ്റിന്റെ ഗുണം എന്നുള്ളത്. ഇത് തന്നെയാണ് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാനായിട്ടുള്ള ഒരു ഏറ്റവും വലിയ ഉത്തേജനം എന്ന് പറയുന്നത്. ഈ പ്രൊഡക്റ്റിന്റെ റിസൾട്ടുകൾ തന്നെയാണ് വൈട്ടോറിയം പോലെ എന്ന് പറഞ്ഞിട്ടാണ് പല ആളുകളും അവരുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് നമുക്ക് സെയിൽസുകൾ കിട്ടാതെ പോകുന്നത് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരുക എന്നുള്ളതാണ് ആദ്യ സ്റ്റെപ്പ്. നമ്മൾ പറഞ്ഞു, നമ്മുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിലേക്കുള്ള ലിസ്റ്റ്. നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്നത് തുടക്കത്തിലെ ഇൻവിറ്റേഷനിലാണ്. പല ആളുകളും പറഞ്ഞു വെച്ചിട്ടാണ് കൊണ്ടുചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോ അതല്ലേ മറ്റേ കാന്തത്തിന്റെ കാര്യമല്ലേ എന്ന് ചോദിക്കുന്നിടത്ത് നമുക്ക് അവിടെ ഒരു ഓപ്പൺ മൈൻഡോട് കൂടി ഒരാൾ കേട്ടിരിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പരാജയം. അങ്ങനെയുള്ള സ്ഥലത്ത് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മള് ഒരാളുടെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുമ്പോൾ പറ്റുന്ന മിസ്റ്റേക്കുകൾ പല ആളുകളും പലപ്പോഴും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. നമ്മള് കാര്യം പറയാതെ എന്നാൽ നുണ പറയാതെ ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഒരു ശ്രമകരമായ ഒരു പണിയാണ്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരാളോട് നമുക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. ചില ആളുകൾ വളരെ വളരെ സത്യസന്ധരാവണം. അങ്ങനെ തന്നെയാണ് നമുക്ക് ആവശ്യം. സത്യസന്ധത നമ്മൾ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞാൽ ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കൺവിൻസ് അല്ല, ഒരാളെ ബോധ്യപ്പെടുത്തുന്ന ആ ഒരു പ്രക്രിയയാണ് വൈട്ടോറിയത്തിലുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഫോണിൽ കൂടി ഇതിന്റെ 90% കാര്യം പറഞ്ഞിട്ടാണ് ഒരാളുടെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സെയിൽസ് കിട്ടാനുള്ള സാധ്യത അവിടെയും കുറയും എന്നുള്ളതാണ്. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അവരോട് ഒറ്റ വാക്ക്, എനിക്ക് ഒരു കാര്യം നിന്നെ കാണിച്ചു തരാനുണ്ട്. ഞാൻ സ്വീകരിക്കുന്ന ഒരു ഇൻവിറ്റേഷൻ മെത്തേഡാണ്. നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ആ ഒരു മെത്തേഡ് സ്വീകരിക്കാവുന്നതാണ്. ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. എടാ നീ അല്ലെങ്കിൽ എടി നീ എവിടെയുണ്ട്, അല്ലെങ്കിൽ ചേട്ടാ ചേച്ചി ഞാൻ ഒന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്, എനിക്കൊരു കാര്യം ഇത് കാണിച്ചു തരാനുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്താണ് സംഗതി, അത് വീട്ടിൽ വന്നിട്ട് കാണിച്ചു തരാം. യെസ്, എപ്പ ഉണ്ടാവും? ഇത് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് തിരിച്ചൊരു ചോദ്യം ഉണ്ടായാലും ഒരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പല ആളുകളും പല ഇൻവിറ്റേഷനിലും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എതിരെ നിൽക്കുന്ന ആൾ ചോദിക്കും എന്താണ് പറഞ്ഞു എന്ന് പറയും, അല്ലെ? നിർബന്ധിച്ച് പറയിപ്പിക്കും, അല്ലെ? പലപ്പോഴും ഉണ്ടാവാറില്ലേ? നമ്മുടെ ആളുകൾ പറയും എന്നാ പറഞ്ഞോ, എന്തായാലും പറഞ്ഞിട്ട് വന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറയും. പക്ഷെ നമ്മൾ പറയുന്ന രീതിക്കനുസരിച്ച് നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരിക്കലും ഒരാൾക്ക് നന്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ വീട്ടിലേക്ക് ചെല്ലുന്നത് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുക എന്നതാണ്. അപ്പോ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ചെല്ലുമ്പോ അവിടെ കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്കൊരു അറ്റൻഷൻ കിട്ടും.
നമ്മൾ ഒരു എക്സൈറ്റ്മെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയണം. അല്ലെങ്കിൽ ഒരു അവർക്കൊരു ആകാംക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെല്ലുന്ന കാര്യത്തിൽ കൃത്യമായ രീതിയിലേക്ക് ആ പ്രൊഡക്റ്റിനെ അവതരിപ്പിക്കാനായിട്ടും സെയിൽസ് ക്ലോസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇതൊക്കെല്ലാം സെയിൽസ് ക്ലോസിംഗിന്റെ രീതികളാണ്, സെയിൽസ് ക്ലോസിംഗിന്റെ വഴികളാണ്. നമ്മൾ പലപ്പോഴും ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് നമുക്ക് മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത്. ഒരിക്കലും പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, നമ്മൾ വലിയ വലിയ വടവൃക്ഷങ്ങളിൽ തട്ടിയല്ല വീഴുന്നത്, മറിച്ച് ചെറിയ വള്ളിച്ചെടികൾ കുറ്റിച്ചെടികളിലൊക്കെ തട്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും വീഴുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ കഴിയണം. എനിവേ, ഇതാണ് നമ്മുടെ ആദ്യ സ്റ്റെപ്പ് എന്നുള്ളത്. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സമയത്ത് അവിടെ എത്തുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മള് വൈകുന്നേരം 5 മണിക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് യെസ് അങ്ങനെ പറഞ്ഞ് കിട്ടാറുണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മള് അവിടെ ഫിക്സ് ചെയ്ത ആ ടൈമിന് അതിന് മുന്നേ തന്നെ അവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ട്രാഫിക് ബ്ലോക്കും പല പല മിസ്റ്റേക്കുകളൊക്കെ കൊണ്ടിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ഒരാളുടെ വീട്ടിൽ എത്തിച്ചേരാൻ വേണ്ടി കഴിയാത്തത് എപ്പോഴും സെയിൽസ് നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ആണ് അവിടെ ഉള്ളത്. ആ സമയത്ത് അവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെയും നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കരുത്. അടുത്തൊരു പോയിന്റ്, ഒരു കസ്റ്റമറെ കുറിച്ച് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ എന്റെ സുഹൃത്തിനെ കാണാനായിട്ട് എന്റെ ലീഡറെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ കാണുന്ന വ്യക്തിയെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു ഔട്ട്ലൈൻ അദ്ദേഹത്തെ കുറിച്ച് കൊടുത്തിട്ടുണ്ടാവണം. അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്താണ്, അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ട്, ഇത് അദ്ദേഹത്തിന് ഒരു പൈസക്ക് ആവശ്യമുള്ള ആളാണോ, അദ്ദേഹത്തിന്റെ അടുത്ത് പ്രൊജക്റ്റും പ്രൊഡക്റ്റും പറയേണ്ടതാണോ എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അദ്ദേഹത്തെ കുറിച്ച് കൊടുത്തിട്ട് വേണം അവിടെ കൊണ്ടുപോകാനായിട്ട്. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ഓടി വണ്ടിയുമായിട്ട് അവിടെ ചെല്ലുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ പേര് പോലും പലപ്പോഴും പറയുന്നത്, അല്ലെങ്കിൽ അവിടെ ചെല്ലുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഒരു കെമിസ്ട്രി, ഞാൻ ഒരിക്കൽ സംഭവിച്ചതാണ്, ഒരു കെമിസ്ട്രി പ്രൊഫസറുടെ അടുത്താണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചും നിയോഡീമിയത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. ഇത് ആരോട് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം, പക്ഷെ മുന്നിലിരിക്കുന്ന ആള് ആരാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ ടൈം പഞ്ചാലിറ്റി, യെസ് താങ്ക് യു സർ, അപ്പോ കൃത്യമായ രീതിയിലേക്ക് അവരെ സംസാരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. മുന്നിലിരിക്കുന്ന ആള് എത്രമാത്രം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ കൂടി അറിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിലല്ല. ചില ആളുകളുടെ വിചാരം, നമ്മളൊരു വീട്ടിൽ ചെന്നിരുന്നിട്ട് കുറെ നേരം സംസാരിക്കുന്ന ആൾക്കാണ് സെയിൽസ് കിട്ടുന്നത് എന്ന് ചില ആളുകൾ വിചാരിക്കും. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നിടത്തല്ല, വളരെ വളരെ ചുരുക്കിയ കാര്യങ്ങൾ സംസാരിക്കുന്നവർക്കാണ് സെയിൽസ് കിട്ടുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഒരുപാട് സംസാരിക്കുന്ന ആൾക്കല്ല സെയിൽസ് കിട്ടുന്നത്, മറിച്ച് വളരെ കുറച്ച് സംസാരിക്കുകയും കൃത്യമായ കാര്യമാത്രമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും അവരെ കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടുത്തുന്ന ആളുകൾക്ക് സെയിൽസ് കിട്ടും. ഒരുപാട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സംസാരിക്കുമ്പോഴാണ് സെയിൽസ് കിട്ടുന്നത്. അങ്ങനെ വിശ്വസിക്കരുത്. ഒരു അരമണിക്കൂർ സമയം ഏറിയാൽ അതായത് ഒരു 20 മിനിറ്റ് തൊട്ട് ഒരു 30 മിനിറ്റ് വരെയുള്ള സമയത്തിനുള്ളിൽ നമ്മുടെ പ്രസന്റേഷൻ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെയും ചില ആളുകൾ മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. നമ്മൾ കുറെ നേരമൊക്കെ സംസാരിച്ചിരിക്കും, അവിടെ നമുക്ക് സെയിൽസ് കിട്ടാനുള്ള ചാൻസ് കുറയും. നമ്മുടെ ഇപ്പോൾ ലീഡേഴ്സ് എല്ലാവരും അത് വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ കൊണ്ടുപോയിട്ടുള്ള വ്യക്തിയുടെ ഒരു അറ്റൻഷൻ അവിടെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ്. ഇപ്പൊ ഒരു വീട്ടിൽ കൊണ്ടുവരുത്തി അദ്ദേഹത്തെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞ് ഇതിനുശേഷം സംഭവിക്കുന്നത്, നമ്മളെ കൊണ്ടുപോയ വ്യക്തി അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ നോക്കിയിട്ട് അദ്ദേഹം മൊബൈൽ ഫോണിൽ മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത ആളെ കാണുന്നതിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഫോൺ എടുത്ത് പുറത്തേക്ക് പോകും. ഒരു അരമണിക്കൂർ ക്ഷമയില്ലാത്ത ആളുകൾ ദൈവത്തെ ഓർത്ത് ഈ ബിസിനസ് ആളുകളെ കണക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഒരാളുടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കസ്റ്റമർ ഇസ് കിങ് എന്നാണ് പറയുന്നത്, പക്ഷെ ഇപ്പോ പുതിയ കാലഘട്ടത്തിൽ കസ്റ്റമർ ഇസ് ഗോഡ് എന്നാണ് പറയുന്നത്. കാരണം ഒരു വ്യക്തിയിലൂടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് വ്യക്തികളെ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. ആ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുക. ആ ഒരു വ്യക്തിയിലൂടെ എത്ര ആളുകൾ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ സെല് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പ്രൊഡക്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
നമ്മുടെ അതോടൊപ്പം തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള വ്യക്തികളെ കൂടി കണക്ട് ചെയ്യാന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് രണ്ടും ഒരേപോലെയാണ്. നമ്മൾ ചില സാഹചര്യത്തിൽ ഞാൻ ഇനി വ്യക്തികൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ മാത്രമേ കണക്ട് ചെയ്യുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നിടത്ത് നമ്മുടെ സെയിൽസുകൾ കുറയും. നമ്മൾ രണ്ടും ഒരേപോലെ വേണം. ചിലപ്പോൾ ചില ആളുകൾ പറയും ഞാൻ രോഗികളെ മാത്രം അന്വേഷിച്ചു പോകുന്നതല്ല, രോഗികൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ തർക്കവുമില്ല, പക്ഷെ അത് മാത്രമായി പോകരുത് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടുക എന്നുള്ളത്. നമ്മള് രോഗികൾ അല്ലെ ചില പ്രോബ്ലംസ് നമ്മൾ രോഗികളെ അന്വേഷിച്ചു പോകരുതെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ ശാരീരിക അസ്വസ്ഥതകളുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു സാധ്യത. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കണമെന്നില്ല. എല്ലാ വ്യക്തികൾക്കും ഇത് വേണ്ട സാധനമാണ്. കാരണം കഴിഞ്ഞ മാസം മരിച്ച നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ കലാഭവൻ നവാസ് ഒരു അസുഖവും ഇല്ലാതിരുന്ന മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതാണ്. നമ്മുടെ കൊറോണ വാക്സിനേഷന് ശേഷം ഓരോ മനുഷ്യർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം അപകടങ്ങളുണ്ട്. അതില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഡോക്ടർ സാഗർ ജോഷി സാറ് നിർമ്മിച്ചു തന്നിട്ടുള്ള ഈ ദൈവികമായിട്ടുള്ള ഈ പ്രൊഡക്റ്റ് നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. അത് ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് യാതൊരുവിധ മടിയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പല ആളുകളോടും നമ്മൾ പറയുന്ന സമയത്ത് നൂറുകണക്കിന് ആളുകളോട് ഞാൻ ഈ അവസരത്തെ കുറിച്ച് പങ്കുവച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്റെ ഉള്ളിൽ ഇവരെടുക്കണം അല്ല അവര് എടുക്കൂല എന്നുള്ള ചിന്തയിലല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. മറിച്ച് അവരിലേക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് റിജക്ഷൻ ഉണ്ടാവും എന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് അവരോട് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചപ്പോഴാണ് അതിൽ നിന്നാണ് സെയിൽസ് കിട്ടുന്നത്. 80-20 പ്രിൻസിപ്പിൾ നമുക്ക് എല്ലാ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ഒരു 100 പേരോട് പറയുമ്പോഴാണ് 20 വ്യക്തികൾ ഈ പ്രൊഡക്റ്റ് എടുക്കുന്നത്. ഇന്ന് ബയോട്ടോറിയത്തെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ്. ഒരു 100 പേരോട് പറഞ്ഞാൽ 80 പേരും അത് സെയിലായി മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ്. ഇത് പല ആളുകൾക്കും ഇത് തിരിഞ്ഞു വരുന്നതിന്റെ കാര്യം അത് നമ്മൾ പറയുന്ന രീതിയിലുള്ള പ്രശ്നം കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ഒരാളോട് പറയാൻ ചെന്നിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന മിസ്റ്റേക്കുകളെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. ഒരു വ്യക്തി കണക്ട് ചെയ്യുന്ന വ്യക്തി അദ്ദേഹം ഫോൺ എടുത്ത് സംസാരിക്കുകയോ അവിടെ അറ്റൻഷൻ ആയിട്ട് ഇരിക്കാനായിട്ടോ തയ്യാറാകുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമർ അദ്ദേഹം ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അവരെല്ലാം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കുമ്പോൾ അവിടെ അറ്റൻഷൻ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി നമ്മൾ തുടക്കം തന്നെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചൊന്ന് ഒരു എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. ലോകത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ 2-3 കമ്പനികൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ ചെയ്തിട്ടുള്ള അനുഭവത്തിൽ പറയാണ്, ഇത്രയും എളുപ്പമായി ഇത്രയും ലളിതമായി സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റിയ വേറൊരു കമ്പനി ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ഞാൻ അടിവരയിട്ട് പറയുന്നു. ഇതിനോട് യോജിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സിൽ അത് ഒന്ന് യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്നോ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതാണ് സർ. താങ്ക് യു. ഏറ്റവും എളുപ്പമായിട്ട് യെസ് 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 madam. Yes. Thank you, Manu sir. Yes. ഏറ്റവും എളുപ്പത്തിൽ സെയിൽസ് ക്ലോസ് ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ കാരണം ഓൺ ദി സ്പോട്ടിൽ ഈ പ്രോഡക്റ്റ് എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മുടെ ഡെമോ എന്നുള്ളത്. ഈ ഡെമോ അറിയാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അരുണ മാഡം. യെസ്, താങ്ക് യു. വളരെ എളുപ്പത്തിൽ നമുക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റും. ഈ ഡെമോയുടെ സമയത്തും നമുക്ക് പല മിസ്റ്റേക്കുകൾ സംഭവിക്കും. ഡെമോ പരാജയപ്പെട്ടു പോയാൽ നമ്മൾ അവിടെ സെയിൽസ് കിട്ടില്ല എന്ന് വേണം ഉറപ്പിക്കാൻ. ഡെമോ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇത് ബയോട്ടോറിയത്തിൽ വരുമ്പോ നമ്മൾ കൃഷ്ണൻ സാർ. യെസ്, താങ്ക് യു. ഈ ഡെമോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യത്തിൽ പോലും ചില ആളുകളോട്, പുതിയ ആളുകളെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഒന്ന് ഡെമോ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബിസിനസ് പഠിച്ചിട്ട് ചെയ്യുന്ന ബിസിനസ് അല്ല, ചെയ്ത് പഠിക്കുന്ന ബിസിനസ്സാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? നമ്മുടെ ബിസിനസ് പഠിച്ചിട്ട് ചെയ്യേണ്ടതല്ല, ചെയ്ത് പഠിക്കേണ്ട ബിസിനസ്സാണ്. ഈ ഒരു ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മൾ ചെയ്ത് വരുമ്പോൾ കൂടുതൽ പെർഫെക്ഷനിലേക്ക് നമ്മൾ
ഡെമോ കറക്റ്റ് ആണെങ്കിൽ 90% സെയിൽസ് ക്ലോസ് ആയെന്നുള്ളതാണ്. ഞാൻ പറയുന്ന 100% സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി കഴിയും. 90% തന്നെയാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡെമോ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് പറ്റുന്ന മിസ്റ്റേക്കുകളാണ്. നമ്മുടെ ഒരു വളരെ ചെറിയ ടൈം മാത്രമേ നമുക്ക് ഈ പ്രസന്റേഷൻ സമയത്ത് നമുക്ക് കിട്ടാറുള്ളൂ. ഈ സമയത്ത് നമുക്കൊരു ലാഗാണ്. ചില സിനിമകള് നമ്മൾ പറയാറില്ല അവാർഡ് സിനിമ പോലെയാണ്. ചില ഡെമോ ചെയ്യണ സമയത്ത് അവാർഡ് പോലെയാണ്. ചില സ്ഥലത്ത് പോയി ഇരിക്കുന്ന സമയത്ത് അത് കൊണ്ടുപോകുന്ന വ്യക്തികൾ നിങ്ങൾ ഓരോരുത്തരും അല്ലെ, നിങ്ങൾ ഓരോരുത്തരും ഈ ഡെമോന്റെ സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡെമോ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. വെറുതെ കൊണ്ടു നിർത്തിയിട്ട് നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു. ചില ആളുകൾ എന്ത് ചെയ്യും, ഇങ്ങനെ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് ഒറ്റ കുത്തി മറിക്കല. ഇതെന്തിനാണെന്ന് നമ്മുടെ എതിരെ നിൽക്കുന്ന ആള്, നമ്മുടെ കസ്റ്റമർക്ക് അറിയില്ല. ഇതെന്തിനാണ് ഇങ്ങനെ കൈ പിടിച്ച് ഉന്തി മറിക്കണേ എന്നുള്ള കാര്യം പല ആളുകൾക്കും അറിയില്ല. അല്ലെങ്കിൽ അവര് അത്ഭുതത്തോടു കൂടി നോക്കിക്കും. നമ്മള് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാതെ, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഡെമോ, ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഇത് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ആദ്യമേ തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്താന്നല്ല. അല്ലാതെ ഡെമോ ചെയ്യാന്ന് പറഞ്ഞാൽ ഒപ്പം തന്നെ കൈപിടിക്കും എന്ന് പറഞ്ഞിട്ട് ഉന്തി മറിക്കുന്നതല്ല നമ്മുടെ ഡെമോ എന്നുള്ളത്. അത് പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്, മിസ്റ്റേക്കുകളിൽ പെട്ടതാണ്. മറിച്ച് നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ ഡെമോ ചെയ്യുമ്പോൾ കൃത്യമായി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയണം. ആദ്യം നമ്മൾ ഈ റിസ്റ്റ് ബാൻഡ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യൻ എന്തായിരിക്കും എന്നുള്ളത് അയാളെ സീറോ ബാലൻസിൽ നിർത്തിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഡെമോ പല രീതിയിൽ ചെയ്യാറുണ്ട്. നമ്മൾ കൈ നേരെ സ്ട്രെയിറ്റ് പിടിച്ചിട്ട് ചെയ്യാറുണ്ട്, പല രീതിയിൽ ചെയ്യാറുണ്ട്. ഇതിലിരിക്കുന്ന ആളുകൾക്ക് പോലും എല്ലാവർക്കും തന്നെ അറിയാവുന്ന ആളുകളായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇനി അങ്ങനെ ഡെമോ ചെയ്ത് അത് റിസ്റ്റ് ബാൻഡ് ഇല്ലാതെ ചെയ്ത്, റിസ്റ്റ് ബാൻഡ് കെട്ടിയതിന് ശേഷം ചെയ്ത്, നമ്മുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്യിപ്പിച്ച് അദ്ദേഹത്തിന് റേഡിയേഷൻ എഫക്റ്റ്, ഈ റേഡിയേഷനെ കുറിച്ച് നമ്മൾ ആദ്യമേ തന്നെ ചില ആളുകൾ പറയും, ഒരു സിനിമയുടെ ക്ലൈമാക്സ് അത് ആദ്യമേ കണ്ടാൽ ആ സിനിമ കാണാനായിട്ട് നമുക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. നമുക്കറിയാം ആ ദൃശ്യം ഇതില് ഇന്ന അവസാനം ആ പയ്യനെ കൊല്ലുന്നതാണ് എന്ന് നമ്മൾ ആദ്യമേ തന്നെ കണ്ടു കഴിഞ്ഞാല്, ആദ്യമേ തന്നെ അറിഞ്ഞിട്ടാണ് നമ്മൾ ആ സിനിമ കാണാതിരിക്കണമെങ്കിൽ വലിയ താല്പര്യത്തോടെ ഇരിക്കില്ല. മറിച്ച് അത് എക്സൈറ്റ്മെന്റ്, അത് ആ സിനിമയുടെ ക്ലൈമാക്സ് ആണ്. നമ്മുടെ ഡെമോയുടെ ക്ലൈമാക്സ് ആണ് എന്ത്, ഇതിന് റേഡിയേഷനിൽ നിന്ന് നമുക്ക് റേഡിയേഷൻ മൂലമുള്ള എനർജി ലോസ്, റേഡിയേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതല്ല, റേഡിയേഷൻ മൂലമുള്ള എനർജി ലോസിൽ നിന്ന് ഒരാളെ സംരക്ഷിക്കുന്നതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് കൃത്യമായിട്ട് നമുക്ക് അവരെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിയും. അത് ആദ്യമേ തന്നെ എന്ന് പറയും, ഇത് റേഡിയേഷനിൽ നിന്ന് നമുക്ക് ആ പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് ആദ്യമേ പറഞ്ഞിട്ട് ഇത് ചെയ്താല് അതങ്ങനെ ഒരാളുടെ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. മറിച്ച് ഞാൻ വിശ്വസിക്കുന്നത്, നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ കൂടി ചെയ്തു നോക്ക്. ആദ്യമേ തന്നെ പറയാതെ ആ ഒരു എക്സൈറ്റ്മെന്റ് അദ്ദേഹത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഏറ്റവും അവസാനം എന്തുകൊണ്ട് നിങ്ങളുടെ എനർജി നഷ്ടപ്പെട്ടു, അത് നിങ്ങളുടെ കയ്യിൽ എന്നും നിങ്ങൾ ഓമനിച്ചുകൊണ്ട് നടക്കുന്ന ഈ മൊബൈൽ ഫോണിന്റെ റേഡിയേഷൻ ആണ്. ആ റേഡിയേഷന്റെ എനർജി ലോസ് നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ കുഞ്ഞുമക്കള് ചെറിയ പ്രായത്തിലെ ഈ മൊബൈൽ കിട്ടി, നമ്മൾക്കൊക്കെ കുറച്ച് ഏജ് ആയപ്പോഴാണ് മൊബൈൽ ഫോൺ കിട്ടിയിട്ടുള്ളത്. ഈ മൊബൈൽ ഫോൺ അത്രയും ഭീകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഈ മൊബൈൽ ഫോൺ മാറ്റിവെക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അല്ലെങ്കിൽ ഫുൾ ടൈം ഈ ഒരു റിസ്റ്റ് ബാൻഡ് കെട്ടുന്നത് ഇതിൽ നിന്നുള്ള ആ ഒരു എനർജി ലോസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തിയാൽ ഒരു വ്യക്തി കൺവിൻസ് ചെയ്യുന്നതിന്റെ ഒരു നല്ല ശതമാനം പൂർത്തിയാക്കി. ഇനി അടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ്, എല്ലാ കാര്യം പറഞ്ഞ് ഏറ്റവും അവസാനം നമുക്ക് ഒരു കാര്യം സംഭവിക്കും. ഇതെല്ലാം നമ്മൾ പറഞ്ഞ് കുറച്ച് ഇതിന്റെ വീഡിയോസ് ഒക്കെ കാണിക്കും. ഇദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൊണ്ടുപോയ വ്യക്തിയോട്, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറിന്റെ അടുത്ത് നമ്മൾ ഇതിന്റെ എമൗണ്ട് അടക്കം ലീഡർമാര് പങ്കുവെക്കും. ഈ ലീഡർ പങ്കുവെച്ചതിന് ശേഷം അടുത്തൊരു ഡയലോഗ് നമ്മൾ ഇത് കണക്ട് ചെയ്ത വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വരും, സാറേ ഇപ്പൊ ഇവരുടെ കയ്യിൽ പൈസ ഇല്ല, എനിക്കറിയാവുന്നതാണ്, ഇപ്പൊ പൈസ ഇല്ല, ഇപ്പൊ ഓണമല്ലേ, പല കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് പിന്നെ വരാം എന്ന് ആരാണ് പറയുന്നത്? കസ്റ്റമർ അല്ല പറയുന്നത്. മറിച്ച് നമുക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഒരാളുടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ഏറ്റവും അവസാനം കൊണ്ട് കല്ല് വെക്കുന്നത് നമ്മളാണ് എന്നുള്ളതാണ്, അല്ലെ? ഇത് പലപ്പോഴും നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലേ? നിങ്ങൾ കൂടെ കൊണ്ടുപോയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും പറയുമ്പോൾ
നമുക്ക് ബോധ്യമുണ്ട് ഇത് നമ്മൾ എടുത്തിട്ടുള്ളതും അങ്ങനെ കഷ്ടപ്പെട്ട അറേഞ്ച്മെന്റിലൂടെയാണ്. ഇത് ചെന്ന് പറയുമ്പോൾ തന്നെ പൈസ തരാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളായിരിക്കണമെന്നില്ല നമ്മൾ പറയുന്ന ഭൂരിഭാഗം ആളുകളും. ചില ആളുകൾക്ക് അപ്പൊ തന്നെ തന്നേക്കാം. പക്ഷേ നമുക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ കൊണ്ടുപോകുന്ന വ്യക്തി അപ്പൊ തന്നെ നമ്മളോട് പറയും അത്രയും പൈസ ഇപ്പൊ ഇവരുടെ കയ്യിലില്ല. ഇത് എനിക്കും അറിയാം, നിങ്ങൾക്കും ഓരോരുത്തർക്കും അറിയാം. ഇത് പറയാൻ വേണ്ടിയിട്ട് ഇത് അവിടെ കൊണ്ടുപോയി എടുത്തിട്ട് പറയേണ്ട കാര്യമുണ്ടോ? ഇത് പോകുന്നതിന് മുന്നേ പറയാം, പോണ അടുത്ത് അയാളുടെ കയ്യിൽ ക്യാഷ് ഇല്ലട്ടാ, കൊണ്ടുപോകണ്ട എന്നുള്ള രീതി പറഞ്ഞാൽ പോരെ. ഇത് അറേഞ്ച്മെന്റ് ചെയ്യുന്നത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചാണ് അല്ലെ. നമ്മുടെ ആ ഒരു ആവശ്യവും അത്യാവശ്യവും ഉണ്ട്. ഇതൊരു അത്യാവശ്യ വസ്തുവായിട്ട് ഒരു വ്യക്തിക്ക് ബോധ്യപ്പെടുന്ന സമയത്താണ് ഒരാൾ ക്യാഷ് എടുത്ത് തരുന്നത്. ക്യാഷ് ചോദിക്കാൻ മടിയുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതിൽ ആകെ ഞാൻ ഇതിൽ കണ്ടിട്ടുള്ള വൈട്ടോറിയത്തെ സംബന്ധിച്ച് കണ്ടിട്ടുള്ളത് ഒരേ ഒരു ഒബ്ജക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. അതെന്താണെന്ന് പറയാം. എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്ഷൻ? വൈട്ടോറിയത്തെ സംബന്ധിച്ച് ആകെയുള്ള ഒരു ഒബ്ജക്ഷൻ ആണ് എന്തെന്ന്, ക്യാഷ് ഇല്ല എന്ന് പറയുന്ന ഒരു ഒബ്ജക്ഷൻ. ഇത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചാൽ നമ്മൾ സക്സസ് ആയി എന്നുള്ളതാണ് അല്ലെ? ശരിയല്ലേ ജ്യോതിഷ് സാർ? നമസ്കാരം. ഇത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചാൽ നമ്മൾ സക്സസ് ആയി എന്നുള്ളതാണ്. ഇത് പലപ്പോഴും ക്യാഷ് ഇല്ല എന്ന് കേട്ടാൽ നമ്മുടെ ഗ്യാസ് മുഴുവൻ പോയി എന്നുള്ളതാണ് അല്ലെ. ക്യാഷ് ഇല്ല എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇത് വെറുതെ വാഴ പറച്ചിലായി പോയി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുകയാണ്. ഈ ക്യാഷ് ഇല്ല എന്നുള്ള ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചാൽ വൈട്ടോറിയത്തിൽ സക്സസ് ആയി എന്നുള്ളതാണ്. മനോജ് സാർ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഏറ്റവും അധികം കേട്ടിട്ടുള്ളത് ഈ പറയുന്ന ക്യാഷ് ഇല്ല എന്നുള്ള ഒബ്ജക്ഷൻ തന്നെയായിരിക്കും. ഇന്നിപ്പോ പുതിയതായിട്ട് ആരംഭിച്ചിട്ടുള്ള 3.5 വർഷത്തിന് ശേഷം ഈ ബിസിനസ് ആരംഭിച്ചിട്ടുള്ള നമ്മളും കേൾക്കാൻ പോകുന്നത് ഒരേ ഒരു ഒബ്ജക്ഷൻ മാത്രമാണ്. അത് ക്യാഷ് ഇല്ല എന്നുള്ള ഒബ്ജക്ഷൻ ആണ്. ആ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. ക്യാഷ് ഇല്ല എന്ന് പറയുമ്പോൾ അവരോട് ഇത് ആവശ്യമുള്ള വസ്തുവാണോ അത്യാവശ്യമുള്ള വസ്തുവാണോ എന്ന് ചോദിച്ചാൽ അവർ പറയും ആവശ്യമുള്ള വസ്തുവാണ്. ഇത് ആവശ്യമുള്ള വസ്തുവായിട്ട് നിങ്ങൾക്ക് തോന്നിയോ എന്ന് ചോദിക്കാം. നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു അത്യാവശ്യമുള്ള വസ്തുവാണ് അല്ലെ. അത്യാവശ്യമുള്ള വസ്തുക്കൾ നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. ആവശ്യമുള്ള വസ്തുക്കൾ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ വാങ്ങിച്ചാൽ മതി അല്ലെ. ശരിയല്ലേ? ആവശ്യമുള്ള വസ്തുക്കൾ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ വാങ്ങിക്കും. അത്യാവശ്യമുള്ള വസ്തുക്കൾ നമ്മൾ അപ്പൊ തന്നെ വാങ്ങിക്കും. നമ്മളിപ്പോ ഒരു നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ തരംതിരിവുകൾ ഉണ്ടാവും. ഇത് പലപ്പോഴും നമ്മുടെ ഈ ആവശ്യവും അത്യാവശ്യവും തമ്മിൽ നമ്മൾ മാറ്റിവെക്കാറുണ്ട്. നമ്മൾ ഇത് പറയുന്ന സമയത്ത് അവർക്ക് മറ്റു പല കാര്യങ്ങളായിരിക്കും ആവശ്യം. ചിലപ്പോൾ കുട്ടിയുടെ ഫീസ് കെട്ടാത്തത് അവരുടെ അത്യാവശ്യമായിരിക്കും. ചിലപ്പോൾ കറണ്ട് ബില്ല് അടക്കാത്തത് അവരുടെ അത്യാവശ്യമായിരിക്കും. അവരുടെ ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായിട്ടുള്ള അത്യാവശ്യങ്ങളായിരിക്കും ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇതിൽ അത്യാവശ്യം വെച്ച് മാറ്റിവെക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാം ലൈഫാണ് മാറ്റിവെക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാണ് പല ആളുകളും ഈ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മാറ്റിവെക്കുന്നത്. അത് ലൈഫിന് പ്രാധാന്യം നമ്മൾ കൂടുതൽ ഇതിനകത്ത് ഒരു കൂടുതൽ കഥകളൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ഓരോ മനുഷ്യരും ഇന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ ഒരു മനുഷ്യൻ ഇത് പ്രൊഡക്റ്റ് വാങ്ങിക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ള ബോധ്യം നമ്മുടെ പല ആളുകൾക്കും ഇല്ല എന്നുള്ളതാണ്. എപ്പോഴെങ്കിലൊക്കെ കൊടുക്കേണ്ട സാധനമാണെന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലുള്ള ചിന്താഗതി. ആ ചിന്താഗതി എന്ന് മാറുന്നുവോ അന്ന് തൊട്ട് സെയിൽസ് ക്ലോസിംഗ് നടക്കും. അന്ന് തൊട്ട് നമ്മുടെ കയ്യിലേക്ക് ആളുകൾ പൈസ തരും. ഇത് ആ ഒരു അത്യാവശ്യ സാധനത്തിന് വേണ്ടിയിട്ടാണ്, അല്ല അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതി ഓരോ മനുഷ്യരിലേക്കും എത്തിക്കുന്ന ഒരു പ്രക്രിയയിലാണ് ഞാനും നിങ്ങളും ഏർപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ നമുക്ക് സെയിൽസുകൾ കിട്ടും. ചില ആളുകൾ പോകുമ്പോൾ സെയിൽസുകൾ കിട്ടുന്നതും ചില ആളുകൾ പോകുമ്പോൾ സെയിൽസുകൾ കിട്ടാത്തതിന്റെ വ്യത്യസ്തതയാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാവർക്കും നടക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും വൈട്ടോറിയം സീരിയസ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് കിട്ടുക എന്നുള്ളത് ഏറ്റവും എളുപ്പത്തിലുള്ള കാര്യമാണ്. സീമോർ പീപ്പിൾ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. കൂടുതൽ ആളുകളെ കാണുക അല്ലെ. കൂടുതൽ ആളുകളെ കാണുമ്പോൾ കൂടുതൽ സെയിൽസുകൾ കിട്ടും. ചില ആളുകൾ ചെയ്യും, ചില ആളുകൾ ചെയ്യില്ല. ചെയ്യാത്ത ആളുകളെ കുറിച്ച് ഓർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ട. അത് അവര് തന്നെ പിന്നീട് സങ്കടപ്പെട്ടോളും.
എന്റെ അനുഭവത്തിൽ പറയാണ്, പല ആളുകളോടും നമ്മൾ ഇത് പങ്കുവെച്ച സമയത്ത് അന്ന് അവര് റിജക്ട് ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ ഇന്ന് ഭൂമിയിലില്ല, ചില ആളുകൾ ഇന്ന് ഭൂമിയിലില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാൻ, എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ അടുത്ത് ഞാൻ ഇതിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് അദ്ദേഹം വളരെ 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 മോശപ്പെട്ട രീതിയിൽ എന്നെ കളിയാക്കിയതാണ്. ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാണെന്ന് അന്ന് അത് കേട്ടത്. പക്ഷേ ഇന്നിപ്പോ ഞാനത് ആ കളിയാക്കലുകൾ കേട്ടെങ്കിലും നിർബന്ധിച്ചു കൊടുക്കേണ്ടിയിരുന്ന് ചിന്തിച്ചു പോയതാണ്. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ന് വിധവയാണ്. അത് എന്റെ അനുഭവമാണ്. പല ആളുകൾക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഇതില്ലാത്തിടത്തോളം കാലം സെയിൽസ് നമുക്ക് കിട്ടില്ല. നമ്മൾ ഒരാളെ, പലപ്പോഴും ആളുകൾ നമ്മളെ മനസ്സിലുള്ള ചിന്ത എന്താണെന്നറിയോ, നമ്മൾ വേറൊരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ വേണ്ടി പോവാണ് എന്നുള്ള ചിന്തയാണ്. മറിച്ച് അദ്ദേഹത്തിന് ഒരു നന്മ ചെയ്യാൻ വേണ്ടി പോവാണെന്നുള്ള തീരുമാനത്തിൽ, അല്ലെ ആ ഒരു മൈൻഡ് സെറ്റിലേക്കാണ് നമ്മൾ സെയിൽസിൽ ഇറങ്ങണമെങ്കിൽ നമുക്ക് സെയിൽസ് കിട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരുമായിട്ടുള്ള ഈ ഒരു മേഖല അങ്ങനെ നന്മ ചെയ്യാനുള്ള ഒരു മേഖലയിലാണ് നിങ്ങളും ഞാനും വന്നിട്ടുള്ളത്. അടുത്തൊരു ഒരു 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 കാര്യം കൂടിയുണ്ട് ഇതിനകത്ത്. സെയിൽസ് പൂർത്തിയാകുന്നത് നമുക്ക് ഒരു വിശപ്പുണ്ടാകുക, അല്ലെങ്കിൽ നമുക്ക് ഒരു 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 നമ്മുടെ പർപ്പസ് ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് സെയിൽസ് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. റോക്കറ്റും എയറോപ്ലെയിനും തമ്മിൽ മത്സരം നടക്കുമ്പോൾ പലപ്പോഴും എയറോപ്ലെയിൻ പരാജയപ്പെട്ടു പോകും, റോക്കറ്റ് വിജയിക്കുന്നു. മുട്ടിൽ തീപിടിച്ചാൽ എങ്ങനെയാണ് ഓടാതിരിക്കുന്നത് എന്നുള്ള മറുപടിയാണ് റോക്കറ്റിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടാവുന്നത്. നമ്മൾ ഓരോരുത്തരും മുട്ടിൽ തീപിടിച്ച ആളുകളായി മാറുമ്പോഴാണ് സെയിൽസ് കിട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആവശ്യം ഉണ്ടാകുക എന്നുള്ളതാണ്, അല്ലെ ഹംസ ഭായി? അങ്ങനെയല്ലേ നമ്മൾ ഓരോരുത്തരും, നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു തീ ഉണ്ടെങ്കിൽ, അല്ലെ നമ്മുടെ പ്രയോറിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമുക്ക് ആ ഒരു രീതിയിലേക്ക്, ഇത് എന്റെ ആവശ്യമാണ്, ഈ സെയിൽസ് എടുക്കേണ്ടത് എന്റെ ആവശ്യമാണ്, എനിക്കിതുകൊണ്ട് പരിഹരിക്കണം എന്നുള്ള ബോധ്യത, എന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം. അടുത്ത ഓണം, അടുത്ത അത്തമാകുമ്പോൾ, അടുത്ത വർഷം ഈ ഒരു വരുന്ന 365 ദിവസം ആത്മാർത്ഥമായി പണിയെടുത്തു കഴിഞ്ഞാൽ അടുത്ത അത്താഘോഷത്തിന് നിങ്ങൾ കയറിയിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പുഞ്ചിരി ഉണ്ടാവണം. എന്റെ കയ്യിൽ പൈസയുണ്ട്, എന്റെ മക്കളെ, അല്ലെ എന്റെ സഹോദരങ്ങളെ, എന്റെ ഭാര്യയെ അവരാഗ്രഹിക്കുന്ന തലത്തിലേക്ക് അവർക്ക് ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്റെ കയ്യിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ഫണ്ടുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ മാറും. ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവും. അത് ഇന്ന് തുടങ്ങി ഈ ഒരു അത്ത ദിനത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം, വരുന്ന ഓണാഘോഷം 2026 ഓണം ഉണ്ടാവും. നമ്മൾ 2025 ഓണം കൊണ്ട് ഓണം അവസാനിക്കുന്നില്ല. എത്രയോ കാലങ്ങളായി നമ്മൾ ഓണം ആഘോഷിക്കുന്നു. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലായ്മ മൂലം പല ആഘോഷങ്ങളും നമ്മൾ മാറ്റിവെക്കുന്നു. നമ്മൾ വാങ്ങിക്കുന്ന വസ്ത്രങ്ങൾ ചിലപ്പോൾ ബ്രോഡ്വേന്ന്, ഞങ്ങൾ എറണാകുളത്ത് പറഞ്ഞാൽ നമ്മൾ വഴിയോരങ്ങളിൽ നിന്ന് വാങ്ങിച്ച് ഓണം ആഘോഷിക്കുന്ന ആളുകളുണ്ട്. വലിയ ചീമാട്ടി പോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിൽ പോയിട്ട് പുതുവസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് ഓണമാകുമ്പോൾ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതൊക്കെ എല്ലാം മലയാളികളുടെ ഒരു ശീലമായതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ, നമ്മുടെ അച്ഛനും അമ്മക്കും ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ, ഇത് പല ആളുകളും അതിൽ വെട്ടിച്ചുരുക്കലുകളാണ്, ചില അഡ്ജസ്റ്റ്മെന്റുകളാണ്. ഇത് പൈസ ഇല്ലായ്മ മൂലം സംഭവിക്കുന്ന കാര്യമാണ്. അടുത്ത ഓണത്തിനെങ്കിലും നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ടും നല്ല ആഹാരം ഉണ്ടാക്കാനായിട്ടും ഒക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ മാറ്റുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇവിടെയാണ് സെയിൽസ് ക്ലോസിംഗ് നടക്കുന്നത്, ഇവിടെ തന്നെയാണ് സെയിൽസ് ക്ലോസിംഗ് നടക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഉത്തമമായ ബോധ്യം. കാരണം അങ്ങനെ ഇറങ്ങിയിട്ടുള്ള ആളുകൾക്കാണ് സെയിൽസ് കിട്ടുന്നത്. അല്ലാതെ ഇറങ്ങുന്ന ആളുകൾ, നമ്മൾ ഇതിന്റെ ജസ്റ്റ് ഒരു പ്രചാരകനാണ്. ഞാൻ പലപ്പോഴും സങ്കടപ്പെട്ട് പറയാറുണ്ട്, നമ്മൾ ആരും ഇതിന്റെ പ്രചാരകരാകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ ബയോട്ടോറിയത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. ഇതിലൂടെ സെയിൽസ് എടുത്ത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആളുകളാണ്. ബയോട്ടോറിയം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറെ ആളുകളോട് ഞാൻ പറഞ്ഞു, എന്തിനാണ് അങ്ങനെ പറയുന്നത്? അത് സെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടാവണം. നമ്മൾ പറഞ്ഞാലേ സെയിൽസ് കിട്ടുള്ളൂ. പക്ഷെ വെറുതെ പറയുന്ന ആളുകളായിട്ട് നമ്മൾ മാറരുത്. ഞാൻ അവിടെ വെച്ച് കല്യാണ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഒരു 5 പേരോട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു, അവിടെ വെച്ച് കണ്ടപ്പോൾ 4 പേരോട് പറഞ്ഞു. ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു സെയിൽസ് പോലും ഒരാൾക്കും കിട്ടിയിട്ടില്ല. എന്റെ അനുഭവത്തിൽ പറഞ്ഞതാണ്. മറിച്ച് ഞാൻ ഈ തുടക്കം മുതൽ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ലിസ്റ്റ് മേക്ക് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഇറങ്ങിയാൽ ഈ പറയുന്ന സെയിൽസ് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇതിൽ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നതാണ് നമുക്ക് സെയിൽസ് കിട്ടാതെ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് അടുത്ത പ്രോഗ്രാമുകളിലൊക്കെ നമുക്ക് സംസാരിക്കാം. ഇതിന്റെ സൂമിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്ത് പഠിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടും. ആ രീതിയിലേക്ക് നമ്മുടെ സെയിൽസ് ക്ലോസിംഗ് സ്കില്ലുകൾ
ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. എല്ലാവർക്കും കഴിയുന്നതാണ്, ഒരാൾക്ക് മാത്രം കഴിയുന്ന കാര്യമല്ല. ഇന്ന് മനോജ് സാർ 3.5 കോടി രൂപ ഓഡിറ്റോറിയത്തിലൂടെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനും ഇത് തുടക്കത്തിൽ പ്രയാസമുള്ള കാര്യമായിരുന്നു. നമുക്ക് പരാജയപ്പെട്ട ആളുകളും വിജയിച്ച ആളുകളും തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പരാജയപ്പെട്ട ആളുകൾക്കും ഈ പറയുന്ന റിജക്ഷൻ ഇഷ്ടമല്ല, വിജയിച്ചിട്ടുള്ള ആളുകൾക്കും റിജക്ഷൻ ഇഷ്ടമല്ല. മറിച്ച് എന്താണ്, ഈ പരാജയപ്പെട്ട ആളുകൾ റിജക്ഷൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവരൊരു ഘട്ടം എത്തുമ്പോൾ അവർ നിർത്തിപ്പോകുന്നു. മറിച്ച് വിജയിച്ചിട്ടുള്ള ആളുകൾ ഈ റിജക്ഷൻ ഇഷ്ടമല്ലാത്തപ്പോഴും വീണ്ടും വീണ്ടും റിജക്ഷനെ, ആ ഒരു റിജക്ഷനിലേക്ക് അവർ വീണ്ടും വീണ്ടും പോയി കുറെ യെസുകൾ കിട്ടാൻ തുടങ്ങി എന്നുള്ളതാണ്. പരാജയപ്പെട്ട ആളുകൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഇഷ്ടമല്ല, വിജയിച്ചിട്ടുള്ള ആളുകൾക്കും രാവിലെ എഴുന്നേൽക്കാൻ ഇഷ്ടമല്ല. മറിച്ച് പരാജയപ്പെട്ട ആളുകൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് നിർത്തി എന്നുള്ളതാണ്. വിജയിച്ചിട്ടുള്ള ആളുകൾ ആ രാവിലെ എഴുന്നേൽക്കാൻ തയ്യാറായി, അങ്ങനെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി. ഈ കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. വിജയിച്ച ആളുകളും പരാജയപ്പെട്ട ആളുകളും തമ്മിൽ കോമൺ ആയിട്ട് കുറെ ഇതുണ്ട്. പക്ഷെ റിജക്ഷനെ കേൾക്കുമ്പോൾ ചില ആളുകൾ നെഗറ്റീവ്സ് പറയുമ്പോൾ വിജയിച്ചിട്ടുള്ള ആളുകൾ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുന്നു എന്നുള്ളതാണ് ഈ വിജയിച്ചിട്ടുള്ള ആളുകളും പരാജയപ്പെട്ടിട്ടുള്ള ആളുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അങ്ങനെ ചിരിച്ച മുഖത്തോടു കൂടി ഓരോ പുലരിയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയണം. നമുക്ക് ഇത്തരം പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മളെ കൂടുതൽ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡറായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറണം. ഇന്ന് ചിലപ്പോൾ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല, പക്ഷെ നാളെ നൂറുകണക്കിന് ആളുകൾ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യും. അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകൾ വലിയൊരു ലെവലിലേക്ക് സക്സസ് ആയിട്ട് മാറും. ഇങ്ങനെ കൃത്യമായ രീതിയിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് കുറച്ച് ടൈം കൊണ്ട് സക്സസ് ആവുന്ന ആളുകളുണ്ട്. മനോജ് സാറെ നോക്കുമ്പോൾ 10 മാസക്കാലം കൊണ്ട് 1 കോടി രൂപ ടച്ച് ചെയ്ത് നമ്മളെല്ലാവരും 10 മാസക്കാലം കൊണ്ട് 1 കോടി രൂപ ടച്ച് ചെയ്യുന്ന ആളുകളായിട്ട് മാറിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതിനുശേഷം കുറെ ആളുകൾ ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം പ്രൂവ് ചെയ്ത കാര്യമാണ്. അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യം നമുക്കും ചെയ്യാൻ വേണ്ടി കഴിയും. ഒരു മനുഷ്യന് സാധിച്ചിട്ടുള്ളത് മറ്റൊരു മനുഷ്യന് സാധ്യമാകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ കൃത്യമായ രീതിയിലേക്ക് ഒരു ഫോക്കസ്ഡായിട്ട് ഈ ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് മാറാൻ വേണ്ടി കഴിയട്ടെ. ഇന്നത്തെ ഒരു ദിവസം അത്ത ദിവസമാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ദിവസമായിട്ട് ഇന്നത്തെ ദിവസം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ഈ വരുന്ന 365 ദിവസം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ആർക്ക് കഴിയുന്നോ നിങ്ങൾ ഓരോരുത്തരും സക്സസ് ആയി മാറും. 101% ഗ്യാരണ്ടിയാണ്. എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു താങ്ക് യു അഭിലാഷ് സാർ.